ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 25/10/2025 നടന്ന 10th ലെവൽ പ്രിലിംസ് എക്സാമിനേഷൻ്റെ മാത്സ് പാർട്ട് നോക്കാം. അപ്പോൾ മാത്സ് ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ വളരെ പാടായിട്ട് തോന്നും, പക്ഷേ ചെയ്തു വരുമ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് തോന്നും. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉള്ളത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 81. ഒരു സമചതുരത്തിൻ്റെ ഒരു വശം 3 സെൻറ്റിമീറ്ററാണ്. അതിൻ്റെ വികർണത്തിൻ്റെ നീളം എത്ര? അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. ഒരു സമചതുരത്തിൻ്റെ വശങ്ങൾ എ ആണെങ്കിൽ, എ എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ വികർണം ഡി കൊണ്ട് സൂചിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഡി = a√2 ആയിരിക്കും. ഡി എന്ന് പറയുന്നത് വികർണമാണ്, എ വശങ്ങളാണ്. അപ്പോൾ ഡി എന്ന് പറയുന്നത് a√2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നിട്ടുണ്ടല്ലോ, എത്രയാ വശം തന്നേക്കുന്നത്? 3 സെൻറ്റിമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എക്ക് പകരം 3 കൊടുക്കാം. അപ്പോൾ ഡി = 3√2. അപ്പോൾ ഇതാണ് ആൻസർ വരുന്നത്. ഇനി ഒരു വികർണമാണ് തന്നിരിക്കുന്നത്, വികർണത്തിൻ്റെ അളവാണ് അവിടെ തന്നിരിക്കുന്നത്, ഡി ആണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്നും വിസ്തീർണം എങ്ങനെ കണ്ടുപിടിക്കാം? വികർണത്തിൽ നിന്നും വിസ്തീർണം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? വിസ്തീർണം = d² ആണ്. d² ആണ് വിസ്തീർണം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. വികർണം തന്നിട്ട് അതിൽ നിന്ന് വിസ്തീർണമാണ് ചോദിക്കുന്നതെങ്കിൽ അതിൻ്റെ ഇക്വേഷനാണ് d²/2. അപ്പോൾ ഇതുകൂടെ പഠിച്ചു വെക്കുക. ഞാൻ അടുത്ത പരീക്ഷയ്ക്ക് ചിലപ്പം വിസ്തീർണം, ഇങ്ങനെ വികർണം തന്നിട്ട് വിസ്തീർണമാണ് ചോദിക്കുന്നതെങ്കിലോ. ഇനി നമുക്ക് വേറൊരു രീതിയിലും ഇത് കണ്ടുപിടിക്കാം. ഒരു സമചതുരം, അതിൻ്റെ വശം 3 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പം എല്ലാ വശവും തുല്യ അളവായിരിക്കുമല്ലോ സമചതുരം ആകുമ്പോൾ. വികർണം. അപ്പോൾ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത്രയും എടുത്തു കഴിഞ്ഞാൽ ഇതൊരു ത്രികോണമാണ്. ഇവിടെ 2 വശങ്ങളുണ്ട്. ഇത് കർണം, പാദം, ലംബം. അപ്പോൾ കർണം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തുവാണ്? കർണം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ √ പാദം സ്ക്വയർ അധികം ലംബം സ്ക്വയർ അല്ലേ? പാദം ലംബവും 3 തന്നെയാണ്. 3ൻ്റെ സ്ക്വയർ അധികം 3ൻ്റെ സ്ക്വയർ റൂട്ട് 9 അധികം 9 റൂട്ട് 18ൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക. = 2 9 3 ജോഡി 3 ഈ പുറത്തെടുക്കുന്നു, √2 3√2. അങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും 3√2. അപ്പോൾ ഇതിൻ്റെ ആൻസർ 3√2. ഓപ്ഷൻ ബി 3√2. 82. മോഡുലസ് x - 1 = മോഡുലസ് x - 3 ആയാൽ x എത്ര? അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഈ മോഡുലസ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഒരു സംഖ്യയുടെ നെഗറ്റീവ് അല്ലാത്ത മൂല്യം കിട്ടാനാണ് ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോൾ -2 ഈ മോഡുലസിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആയിരിക്കും. അപ്പോൾ ഈ നെഗറ്റീവ് അങ്ങ് മാറും, 2 കിട്ടും. അതുപോലെയാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്തുവാണ്? x - 1 സമം x - 3. ഇപ്പോൾ x - 1നും x - 3നും ഒരേ വാല്യൂ ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ എക്സിന് വില ഇട്ട് കൊടുക്കാം. ഏത് വരുമ്പോഴാണ് ഒരുപോലെ വരുന്നത്? 2 ഇട്ട് കൊടുത്താൽ 2ൽ നിന്ന് 1 കുറച്ചാൽ 1 കിട്ടും. ഇവിടെ 3ൽ നിന്ന് 2 കുറച്ചാലും 1 കിട്ടും. അപ്പോൾ ഇത് ചെയ്ത് നോക്കാം. എക്സിന് 2 എന്ന വില ഇട്ട് കൊടുക്കുന്നു, 1 കിട്ടി, 1 വാല്യൂ. ഇവിടെ എക്സിന് 2 കൊടുക്കുന്നു, 2 - 3. 2ൽ നിന്ന് -3 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? -1 കിട്ടുന്നത്. 3ൻ്റെ 2 കുറച്ചിട്ട് 3ൻ്റെ ചിഹ്നം കൊടുക്കുക. അപ്പോൾ -1 കിട്ടുന്നു. -1 മോഡുലസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് 1 കിട്ടുന്നു. അപ്പോൾ രണ്ടും തുല്യമായി. x - 1ഉം x - 3ഉം തുല്യമായി. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏത് കൊടുത്തപ്പോഴാണ് വന്നത്? 2 കൊടുത്തപ്പോഴാണ്
തുല്യമായത്. അപ്പോൾ അതിൻ്റെ ആൻസർ 2 ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 2, 3, 5 എന്നിങ്ങനെ തുടരുന്ന ശ്രേണിയുടെ അടുത്ത പദം ഏത്? 2, 3, 5 ഇതെന്താണ്? അഭാജ്യ സംഖ്യകളാണ് അല്ലേ? 2, 3, 5, 7 ഇങ്ങനെ പോവും. അപ്പോൾ അടുത്ത സംഖ്യ വരുന്ന ഏതാണ്? 7 ആണ്. 7 ആണെങ്കിൽ 1, 2, 3 അങ്ങനെ കൂട്ടി വരുമ്പോൾ 8 വരും. പക്ഷേ ഇത് അഭാജ്യ സംഖ്യകളാണ്. അപ്പം അങ്ങനെയും ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. ശരിക്കും ഇത് അഭാജ്യ സംഖ്യകളുടെ ശ്രേണിയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 84, ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 80 സെൻറ്റിമീറ്ററും പരപ്പളവ് 384 ചതുരശ്ര സെൻറ്റിമീറ്ററുമായാൽ വശങ്ങളുടെ തുക എത്ര? നമുക്ക് ചെയ്തു നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് ചുറ്റളവാണ്. ചതുരത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? 2 ഗുണം നീളം അധികം വീതിയാണ്. L + B. 2 ഗുണം L + B. 2 ഗുണം നീളം അധികം വീതി. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ചതുരത്തിൻ്റെ ചുറ്റളവ് 80 സെൻറ്റിമീറ്ററും പരപ്പളവ് 384 ചതുരശ്ര സെൻറ്റിമീറ്ററും ആയാൽ വശങ്ങളുടെ തുക എന്ന് പറയുന്നതാണ് L + B എന്ന് പറയുന്നത്. നീളാധികം വീതി, അതാണല്ലോ വശങ്ങൾ. ഇപ്പോൾ ഇവിടെ L + B ആണ് കണ്ടുപിടിക്കുന്നത്. പരപ്പളവിൻ്റെ കാര്യം ഇവിടെ വരുന്നില്ല. അപ്പോൾ 2 L + B ആണ് തന്നിരിക്കുന്നത്, 80 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ L + B എത്രയായിരിക്കും? ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. 80 / 2 40. പരപ്പളവ് വെറുതെ തെറ്റിക്കാൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ചെയ്താൽ മതി. L + B കണ്ടുപിടിച്ചു 40. ആൻസർ ഓപ്ഷൻ എ ആണ്, 40 സെൻറ്റിമീറ്റർ. 85, ചതുർഭുജം 1 ഷഡ്ഭുജം എത്രയാണ്? അപ്പം ചതുർഭുജം എന്ന് പറഞ്ഞാൽ അതിന് എത്ര വശങ്ങളാണുള്ളത്? 4 വശമാണുള്ളത് അല്ലേ? ചതുർഭുജത്തിന് 4 വശമുണ്ട്. 4 വശമുണ്ട്. അപ്പം ഈ 4ൽ നിന്ന് 3 കുറയ്ക്കുന്നു. 4 - 3 1 കിട്ടി. പിന്നീട് ഷഡ്ഭുജത്തിന് എത്ര വശമുണ്ട്? 6 വശമുണ്ട്. 6 വശമുണ്ട്. 6ൽ നിന്ന് 3 കുറയ്ക്കുന്നു. 3 കിട്ടി. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 86, 8 + 1 = 16 ദശാംശ രൂപം എത്ര? അപ്പോൾ ഇത് ചെയ്ത് നോക്കാം. 8 ൽ 1 + 16 ൽ 1. ഇതിന് ദശാംശ രൂപമാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് കൂട്ടുന്നത്? ഒന്നുകിൽ ഇത് രണ്ടും കൂടെ ഗുണിച്ച് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇതിൻ്റെ LCM എടുത്ത് എഴുതാം. അപ്പോൾ ഇത് രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ 8 × 16 ആകുമ്പം വലിയ സംഖ്യ വരുന്നുണ്ട്. അതിനേക്കാൾ നല്ലത് LCM എടുത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ 8ൻ്റെ 16ൻ്റെ LCM എടുക്കുമ്പോൾ 16 കിട്ടും. ആ 16നെ ഈ 8 കൊണ്ട് ആദ്യം ഡിവൈഡ് ചെയ്യുക, 2 കിട്ടും. ആ കിട്ടിയ 2നെ ഈ 1 കൊണ്ട് ഗുണിക്കുക, അതിവിടെ എഴുതുക. 2 × 1 2 അധികം ഈ 16നെ ഡിവൈഡ് ചെയ്യുക, അപ്പോൾ 1 കിട്ടും. ആ 1 കൊണ്ട് ഈ 1നെ ഗുണിക്കുക. 1 × 1 1. അപ്പോൾ എത്ര കിട്ടും? 2 + 1 3. അപ്പോൾ 16ൽ 3 കിട്ടും. 16ൽ 3 കിട്ടും. ഇതിനെ നമ്മൾ ഭാഗിച്ചെടുക്കുന്നു. അപ്പോൾ ഇവിടെ ഭാഗിച്ച് നോക്കാം. 3 16. അപ്പോൾ ഇത് അടങ്ങത്തില്ല. അതുകൊണ്ട് എന്തോ ചെയ്യും? ഇവിടെ ഒരു 0 കൊടുക്കും. 30 എന്നായി. 0 കൊടുക്കുമ്പോൾ ഇവിടെ ഒരു ദശാംശം കൊടുക്കുക. 16 30 എത്ര അടങ്ങും? ഒരു വട്ടം 16. ബാക്കി ശിഷ്ടം 14 വരും. 14 ഇവിടെ അടങ്ങത്തില്ല. അതുകൊണ്ട് എന്ത് കൊടുക്കും? 0 കൊടുക്കും. 140 കിട്ടും. 16നെ 8 കൊണ്ട് ഗുണിക്കുമ്പോൾ 128 കിട്ടും. അപ്പോൾ ഇവിടെ ആൻസറിൽ 0.18 വരുന്ന ഒരെണ്ണേ ഉള്ളൂ, സിയേ ഉള്ളൂ അല്ലേ? അപ്പോൾ അത് തന്നെ ആയിരിക്കും ആൻസർ വരുന്നത്. ബാക്കി കിടന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി എന്ന് മനസ്സിലാക്കാം. വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ആൻസർ ഓപ്ഷൻ സി. വേണമെങ്കിൽ ബാക്കി അങ്ങോട്ട് ചെയ്തു പോവാം. അപ്പോൾ ഇത്രയും മതി, ചെയ്ത് മനസ്സിലാവുമല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ
87. എക്സ് മൈനസ് 2 ഒരു ബഹുപദത്തിൻ്റെ ഘടകമാണ് എങ്കിൽ പി ഓഫ് 2 എത്ര? അപ്പോൾ എങ്ങനെയാണ് പി ഓഫ് 2 കണ്ടുപിടിക്കുന്നത്? എക്സിന് പകരം 2 എന്നുള്ള വില ഇട്ട് കൊടുത്താൽ മതി, വേറെ ഒന്നും ഇതിനകത്ത് ചെയ്യാനില്ല. 2 ഇട്ട് കൊടുക്കുമ്പോൾ എത്ര കിട്ടും? 2 മൈനസ് 2 0. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 88. 5 പദങ്ങളുടെ തുക 145 ആയാൽ മൂന്നാം പദം എത്ര? 5 പദങ്ങളുടെ തുക ചെയ്ത് നോക്കാം നമുക്കിവിടെ. 5 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ് പറഞ്ഞേക്കുന്നത്? 145 അല്ലേ? 145 ആണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ പദമാണ് ചോദിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ പദം നോക്ക്, ഇതിന് നടുക്കാണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിനെ ഡിവൈഡ് ചെയ്താൽ പോരെ 5 കൊണ്ട്. അതിൻ്റെ ശരാശരി അങ്ങ് എടുത്താൽ മതി. 145 ഡിവൈഡ് ബൈ 5 എത്ര കിട്ടും? 29 കിട്ടും. അപ്പം നടുക്കത്തെ പദം ഏതാണ്? 29. ഇതിൻ്റെ ശരാശരി എന്ന് പറയുന്നതും ഈ നടുക്കുള്ള മൂന്നാമത്തെ പദവും തുല്യം തന്നെയാണ്. അപ്പം 29. ആൻസർ ഓപ്ഷൻ എ. 89. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏത്? അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. അതിനകത്ത് റേസ് ടു ഒരു ഇരട്ട സംഖ്യ വരുന്നതായിരിക്കും പൂർണ്ണവർഗം. അപ്പോൾ അങ്ങനെ വരുന്നവരെണ്ണേ ഉള്ളൂ. ഏത്? ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ. അപ്പോൾ റേസ് ടു ഒരു ഇരട്ട സംഖ്യ വരുന്നത് പൂർണ്ണവർഗമായിരിക്കും. ഇനി അടുത്ത കണക്ക് നോക്കാം. 90. ഇവിടെ കൊടുത്തിരിക്കുന്നത് ആദ്യത്തേനകത്ത് ഒരു വൃത്തത്തിനകത്തൊരു ത്രികോണമാണ്, രണ്ടാമത്തെ വൃത്തത്തിനകത്തൊരു സമചതുരം, മൂന്നാമത്തെ പിക്ചർ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഈ അകത്ത് കൊടുത്തിരിക്കുന്ന ത്രികോണം പുറത്തു വന്നു, ഈ വൃത്തം അകത്ത് വന്നു. അതുപോലെ ഇവിടെ എന്തായിരിക്കും വരുന്നത്? അന്നേരം ഈ അകത്ത് കൊടുത്തിരിക്കുന്ന സമചതുരം പുറത്തു വരും, വൃത്തം അകത്ത് വരും. അങ്ങനെയുള്ളത് ഒരെണ്ണേ ഉള്ളൂ. ഓപ്ഷൻ എ. ആൻസർ ഓപ്ഷൻ എ. അടുത്ത കണക്ക് 91. ഒരു മട്ടത്രികോണത്തിൻ്റെ 2 കോണുകൾ തുല്യമാണ്. തുല്യമായ കോണുകൾ എത്ര? ചെയ്തു നോക്കാം. അപ്പം നമുക്ക് ആദ്യം ഇവിടെ ഒരു മട്ടത്രികോണം വരയ്ക്കാം. അപ്പം മട്ടത്രികോണത്തിൻ്റെ 3 വശങ്ങളുടെയും 3 കോണുകളുടെയും അളവുകളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രിയാണ്. അതിലൊരെണ്ണം എന്തായിരിക്കും? ഈ 3 വശത്തിൽ ഒരെണ്ണം, 3 കോണിൽ ഒരെണ്ണം ഒരു മട്ടകോണാണ്. അതായത് 90 ഡിഗ്രിയാണ് അതിൻ്റെ അളവെന്ന് പറയുന്നത്. ബാക്കി ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് എന്താ? ബാക്കി 2 കോണുകളും തുല്യ അളവിലാണ്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ 180ൽ നിന്ന് 90 ഡിഗ്രി കുറയ്ക്കുക. 180ൽ നിന്ന് 90 ഡിഗ്രി കുറയ്ക്കുന്നു, 90 ഡിഗ്രി കിട്ടുന്നു. അപ്പോൾ ഈ 90 ഡിഗ്രി തുല്യമായിട്ടാണ് മറ്റേ രണ്ടിടത്തും വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ തുല്യമായിട്ട് 2 ഭാഗങ്ങളായിട്ട് ഭാഗിക്കുന്നതിന് എന്താ ചെയ്യേണ്ടത്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 45. അപ്പോൾ 45 ഡിഗ്രിയാണ് രണ്ടിടത്തെയും അളവ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി. ഇനി അടുത്ത കണക്ക് 92. 8ൽ 3നെ ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ 3ൽ 8 കിട്ടി എങ്കിൽ ഏത് സംഖ്യ കൊണ്ടാണ് ഹരിച്ചത്? ചെയ്തു നോക്കാം. അപ്പം പറയുന്നത് 8ൽ 3നെ ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചു. അറിഞ്ഞൂടാത്ത സംഖ്യ എക്സ് എന്നിട്ടു, ഹരിച്ചപ്പം കിട്ടിയത് 3ൽ 8 ആണ്. അങ്ങനെയാണെങ്കിൽ സംഖ്യയാണ് ചോദിച്ചേക്കുന്നത്. ഒരു ഭിന്നസംഖ്യ ഒരു സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ അതിനെന്താ ചെയ്യണം? തിരിച്ചിട്ട് ഗുണിക്കുക. അത്രയും ചെയ്താൽ മതിയല്ലോ. 8ൽ 3 ഗുണം എക്സിനെ തിരിച്ചിടുമ്പോൾ എക്സിൽ 1 സമം 3ൽ 8 ഗുണിക്കുക. 8 ഗുണം എക്സ് 8x, 3 ഗുണം 1 3 സമം 3ൽ 8. പിന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. പല വട്ടം ചെയ്തിട്ടുള്ള കണക്കുകളാണ് ഇങ്ങനെ. 8x ഗുണം 8 64x സമം 9. 8x ഗുണം 8 64. 64x സമം 9 എങ്കിൽ എക്സ് എത്രയായിരിക്കും? 9 ഡിവൈഡ് ബൈ 64. 64ൽ 9. ആൻസർ 64ൽ 9. ആൻസർ ഓപ്ഷൻ ഡി. 93. 3/3, 5/5, 7/7 ഇവയെ ഓരോന്നിനെയും 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര? ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 3നെ 5നെ 7നെ ഇവയൊക്കെ 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം കിട്ടുന്നത് 1 ആണ്. ഹരിച്ചു നോക്കാം.
3, ഒരു 2 2 ശിഷ്ടം 1, 5, ഈ 2 4 ശിഷ്ടം 1, 7, 3 2 6 ശിഷ്ടം 1. അപ്പോൾ ഇതിനെല്ലാം ഹരിച്ചാൽ ശിഷ്ടം എത്രയാണ് കിട്ടുന്നത്? 1 കിട്ടുന്നത്. അപ്പോൾ ഈ ഒറ്റ സംഖ്യകളുടെ പവർ എത്രയായാലും 2 കൊണ്ട് ഭാഗിക്കുമ്പോൾ ശിഷ്ടം 1 ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്ത കണക്ക് 94. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ 9 ഇന്നിങ്സിലായി ശരാശരി 36 റൺസ് എടുത്തിട്ടുണ്ട്. അടുത്ത 2 ഇന്നിങ്സിൽ ആകെ എത്ര റൺസ് എടുത്താൽ ശരാശരി 40 ആകും? അപ്പോൾ ഇത് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? 9 ഇന്നിങ്സിൽ ശരാശരി എന്ന് പറയുന്നത് 36. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്രയായിരിക്കും? ടോട്ടൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ശരാശരി ഗുണം എണ്ണം. 9 ഇന്നിങ്സാണ്, ശരാശരി 36. അപ്പം 36 ഗുണം 9 324 എന്ന് കിട്ടും. ഇനി എന്താ പറയുന്നത്? ഇനി ശരാശരി 40 ആകണം. ശരാശരി 40 ആകണം. എത്ര ഇന്നിങ്സിലാണ്? 2 ഇന്നിങ്സും കൂടെ എടുക്കണം. അപ്പോൾ 9 ഉണ്ടായിരുന്നു, അതിലൂടെ 2 കൂടെ കൂട്ടുമ്പോൾ 11 ഇന്നിങ്സിൽ ശരാശരി 40 ആകണം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര കിട്ടും? 40 ഗുണം 11 440. അപ്പോൾ എത്ര റൺസ് കൂടെ വേണം എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 440 മൈനസ് 324 6 116. അപ്പോൾ 116 റൺസും കൂടെ കിട്ടിയാൽ ശരാശരി 40 ആകും. ആൻസർ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ 95. 4x = 1024 ആയാൽ 4x - 1 എത്ര? അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 4x എന്ന് പറയുന്നതാണ് 1024. കണ്ടുപിടിക്കേണ്ടത് 4x - 1 അല്ലേ? അപ്പോൾ 4x എന്ന് പറയുന്നത് 1024 ആണ്. അപ്പോൾ 4x - 1 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ 1024നെ 4 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. 1024 ഡിവൈഡ് ബൈ 4. ഇരുന്നൂറ്റി 56 ഇത്രയേ ഉള്ളൂ കിട്ടുന്ന ആൻസർ. അല്ലെങ്കിൽ 256 ആൻസർ കിട്ടുന്നത്. 4x1 ആയതുകൊണ്ടാണ് ഒറ്റ പ്രാവശ്യം ഡിവൈഡ് ചെയ്തത്. 4x - 2 ആയിരിക്കട്ടെ. 4x - 2 ആണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ 256നെ ഒരു വട്ടവും കൂടെ ഡിവൈഡ് ചെയ്യണം 4 കൊണ്ട്. 6 4 24 4 16 64. ഇപ്പോൾ x - 2 ആണെങ്കിൽ ആൻസർ വരുന്നത് 64. x - 1 ആണെങ്കിൽ 4 കൊണ്ട് 1 ഡിവൈഡ് ചെയ്താൽ മതി. അതല്ല, അങ്ങനെ സംശയമുണ്ട് എങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കാം. 1024നെ ഘടകങ്ങളാക്കി പോവുക. 4 കൊണ്ട് തന്നെ ഭാഗിച്ച് ഘടകങ്ങളാക്കി പോവുക. 256 കിട്ടി. പിന്നെ 4 കൊണ്ട് തന്നെ ഭാഗിക്കുക. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 64 എന്ന് കിട്ടും. വീണ്ടും 4 കൊണ്ട് ഭാഗിക്കുക. 16. 4 കൊണ്ട് മാത്രമേ ഭാഗിക്കാവൂ. പിന്നീട് 4 കൊണ്ട് ഭാഗിക്കുക. 4 എന്ന് കിട്ടും. എത്ര 4 ഉണ്ട്? 1 2 3 4 5. അപ്പോൾ 4x5 ആണ് 1024. അപ്പോൾ 1 കുറയ്ക്കുക. 4x4 1 2 3 4 ഏതാ? 256. ഇങ്ങനെയും ചെയ്യാം. അപ്പം മറ്റൊരു സംശയം ഉണ്ടെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും ചെയ്ത് നോക്കാം. അപ്പോൾ എളുപ്പമായിട്ട് ഈ ഒരൊറ്റ പ്രാവശ്യം ഒന്ന് ചെയ്താൽ മതി, ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് 256. ആൻസർ ഓപ്ഷൻ ബി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 96.
പഞ്ചഭുജം 108 ഡിഗ്രി, നവഭുജം എത്രയാണ്? പഞ്ചഭുജം 108 ഡിഗ്രി ആണെങ്കിൽ നവഭുജം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ചെയ്തു നോക്കാം. ഒരു ബഹുഭുജത്തിന് n വശങ്ങൾ ഉണ്ടെങ്കിൽ അതിലെ ആന്തരകോണുകളുടെ തുക എന്ന് പറയുന്നത് n - 2 ഗുണം 180. അപ്പോൾ ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കുക. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു ബഹുഭുജത്തിന് n വശങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ പഞ്ചഭുജമാണ് ചോദിച്ചത്, അപ്പോൾ എത്ര വശമാണ്? 5 വശങ്ങൾ. നവഭുജം എത്ര വശമുണ്ട്? 9 വശം. അപ്പോൾ ഒരു ബഹുഭുജത്തിൻ്റെ കോമൺ ആയിട്ടുള്ള ഇക്വേഷനാണ്. ഒരു ബഹുഭുജത്തിന് n വശങ്ങളാണ് ഉള്ളതെങ്കിൽ അതിലെ ആന്തരകോണുകൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് n - 2 ഗുണം 180. ഇനി ഏതൊരു ബഹുഭുജത്തിൻ്റെയും ബാഹ്യകോണുകളുടെ തുക 360 ഡിഗ്രി ആയിരിക്കും. ഇത് പഠിച്ചു വെച്ചേക്കുക, ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. ഒരു ബഹുഭുജത്തിന് n വശങ്ങളുണ്ടെങ്കിൽ അതിലെ ആന്തരകോണുകളുടെ തുക n - 2 ഗുണം 180 ആയിരിക്കും. ഏതൊരു ബഹുഭുജത്തിൻ്റെയും ബാഹ്യകോണുകളുടെ തുക 360 ഡിഗ്രി ആയിരിക്കും. ഇത് വെച്ചാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് പഞ്ചഭുജം 108 ഡിഗ്രി, നവഭുജം എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ പഞ്ചഭുജത്തിലെ അതിലെ ആന്തരകോണുകളുടെ തുക കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തായിരിക്കും? എന്നിൻ്റെ സ്ഥാനത്ത് പഞ്ചഭുജം എന്ന് പറയുമ്പോൾ 5 ആണ്. അപ്പോൾ 5 കൊടുക്കുക. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് 5 കൊടുക്കുന്നു. 5 - 2 ഗുണം 180. അതായത് 180 ഗുണം 5 - 2 3 540 എന്ന് കിട്ടി. 540 ഈ പഞ്ചഭുജത്തിലെ ആന്തരകോണുകളുടെ മൊത്തം തുക. അപ്പോൾ അതിൻ്റെ ഒരു കോണിൻ്റെ തുക കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? മൊത്തവും 5 വശമുണ്ട്. അപ്പോൾ അതിൻ്റെ 5 കോണുകളുടെ തുകയാണ് 540. അപ്പോൾ 5 കോണുകളുടെ തുക 540 ആണെങ്കിൽ ഇങ്ങോട്ട് എഴുതാം. 5 കോണുകളുടെ തുക 540 ആണ്. 5 കോണുകളുടെ തുക 540 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു കോണിൻ്റെ തുക എത്രയായിരിക്കും? ഒരു കോണിൻ്റെ തുക എത്രയായിരിക്കും വരുന്നത്? 540 ഡിവൈഡ് ബൈ 5 ഭാഗിച്ചാൽ പോരെ? എത്ര കിട്ടും? 108 എന്ന് കിട്ടും. അപ്പം ഇതിൻ്റെ ആന്തരകോണുകളുടെ തുക കണ്ടിട്ട് അതിൽ നിന്ന് ഒരു കോൺ കണ്ടുപിടിച്ചതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 108. അങ്ങനെയാണെങ്കിൽ നവഭുജത്തിൻ്റെ ആന്തരകോണുകളുടെ തുക എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇക്വേഷൻ n - 2 ഗുണം 180. n എന്ന് പറയുന്നത് നവഭുജം ആകുമ്പോൾ 9 വശമുണ്ട് അല്ലേ? അപ്പോൾ 9 - 2 ഗുണം 108 മനസ്സിലാവുന്നുണ്ടല്ലോ. 180 ഡിഗ്രി സീക്വൽ ടു 9 - 2 7 ഗുണം 180 സമം 1260. 1260 ഡിഗ്രി എന്ന് കിട്ടി. ഇത് 9 വശങ്ങളുടെ തുകയാണ്. 9 വശങ്ങളുടെ ആന്തരകോണുകളുടെ തുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വശത്തിൻ്റെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 1260 ഡിവൈഡ് ബൈ 9 എത്ര കിട്ടും? 1 4 0 140 ഡിഗ്രി എന്ന് കിട്ടും. 140 ഡിഗ്രി. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് എത്രയാണ്? പഞ്ചഭുജം 108 ഡിഗ്രി, നവഭുജം ആവുമ്പോൾ 140. ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത കണക്ക് 97. 2 8 32. അപ്പോൾ ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നത്? 2 ഗുണം 4 8. 8 ഗുണം 4 32. 32 ഗുണം 4 അടുത്ത് അങ്ങനെ ആയിരിക്കും വരുന്നത്. 128 ഉണ്ടല്ലോ ഒരെണ്ണം. അപ്പം ആൻസർ ഓപ്ഷൻ സി 128. ഇത്രയേ ഉള്ളൂ. അടുത്ത 98. 1/3.2 ഈക്വൽ ടു 0.3125 ആണ്. 1/0.032 എത്ര? അപ്പോൾ ഇത് ചെയ്ത് നോക്കാം. 1/3.2 എന്ന് പറയുന്നത് 0.3125 ആണ്. 1/0.032
0.032 എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കേണ്ടത്, അപ്പോൾ ഇതിൻ്റെ പോയിൻ്റ് അങ്ങ് മാറ്റാം. പോയിൻ്റ് മാറ്റാൻ ഇവിടെ 3 സ്ഥാനമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഗുണിക്കുക. ഈ രണ്ടിനെയും, ഈ അംശത്തിനെയും ഛേദത്തിനെയും 1000 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 1 × 1000 1000 ഡിവൈഡഡ് ബൈ 0.032 × 1000 വരുമ്പോൾ അതിൻ്റെ പോയിൻ്റ് പോയിട്ട് 32 വരും. ഇതിനെ ഭാഗിച്ചാൽ മതി, ആൻസർ കിട്ടും. വായിച്ചു നോക്കാം. 32 3 96 കിട്ടും. 4 1 32 8 കിട്ടി. ഇപ്പോൾ ഇവിടെ നമ്മളൊരു 0 കൊടുക്കുന്നു. അപ്പോൾ 0 കൊടുക്കുമ്പോൾ അതിന് വരെ ഇവിടെ ഒരു പോയിൻ്റ് കൊടുക്കുന്നു. 80 കിട്ടി. 32 × 2 64. ബാക്കി 16 ശിഷ്ടം വരും. അപ്പോൾ അത് അടങ്ങത്തില്ല. അപ്പോൾ വീണ്ടും ഒരു 0 കൊടുക്കുന്നു. 32 × 5 എന്ന് പറയുന്നത് 160 ആണ്. 160 കിട്ടി. 31.25 ആൻസർ വരുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. അത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ 99. വിട്ടുപോയ കള്ളി പൂരിപ്പിക്കുക. ഇപ്പോൾ ഇവിടെ ആദ്യത്തെ വര ഇങ്ങനെയായിരുന്നു. പിന്നീട് വരുമ്പോൾ ഇങ്ങനെ വരുന്നു, 2 വര വരുന്നു. പിന്നെ ഈ സൈഡിലോട്ട് വരും. ഇനി എങ്ങനെ ആയിരിക്കും വരുന്നത്? താഴോട്ടായിരിക്കും അല്ലേ? 3 വരെയാണ് വന്നത്, കൂടിയാണ് വരുന്നത്. താഴോട്ടാണ് 4 എണ്ണം വരും. അപ്പോൾ താഴോട്ടിരിക്കുന്ന 4 എണ്ണം ഏതാ? ആൻസർ ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. 100 25ഉം 2/1 സ്ക്വയർ എന്താണ്? അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത്? 2 രീതിയിൽ ചെയ്യാം. അപ്പോൾ 2 രീതി നമുക്ക് ചെയ്ത് നോക്കാം. 25ഉം 2/1 സ്ക്വയർ. 25 2/1 എന്ന് പറഞ്ഞാൽ 25 + 2/1. അപ്പോൾ ഇതിനെ ആദ്യം നമുക്ക് വിഷമ ഭിന്നമാക്കിയിട്ട് ചെയ്തു നോക്കാം. വിഷമ ഭിന്നമാക്കുന്നത് എങ്ങനെയാണ്? 25 × 2 അധികം ആ കിട്ടുന്നത് കൊണ്ട് ഈ 1നെ ഗുണിക്കുക. ഇത്രയേ ഉള്ളൂ. 25 × 2 50 കിട്ടും. അപ്പോൾ ഈ 2 അതുപോലെ എഴുതുക. 50 കിട്ടും. 50 + 1 51. അപ്പോൾ 2ൽ 51 എന്നാണ് കിട്ടുന്നത് വിഷമ ഭിന്നമാക്കുമ്പോൾ. അതിൻ്റെ സ്ക്വയറാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. 51ൻ്റെ സ്ക്വയർ 2601 ആണ്. 2ൻ്റെ സ്ക്വയർ 4. അപ്പോൾ ഇത് ഭാഗിക്കാം. 2601 ഡിവൈഡ് ബൈ 4. 6 4 24. 2 5 20. ഇതിൻ്റെ 1 ഉണ്ട്. 1 അടങ്ങാത്തത് കൊണ്ട് ഇവിടെ ഒരു 0 കൊടുക്കുന്നു. 650 ഇതിനെ അതുപോലെ എഴുതുന്നു. 4/1 ശിഷ്ടം 1 കിട്ടി അല്ലേ? 650ഉം 4/1 കിട്ടി. ആൻസർ 650 4/1. ഇനി മറ്റു രീതിയിൽ ചെയ്തു നോക്കാം. 25 അധികം 2/1. 25ഉം 2/1 എന്ന് പറഞ്ഞാൽ 25 അധികം 2/1 എന്നാണ്. അതിൻ്റെ സ്ക്വയറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏത് രീതി ചെയ്യാം? a + b ഹോൾ സ്ക്വയർ, a² + 2ab + b². ഇത് വെച്ച് ചെയ്യാം. a² എന്ന് പറയുന്നത് 25ൻ്റെ സ്ക്വയർ എത്രയാ? ഇനി അത് ഗുണിക്കൊന്നും വേണ്ട. 625 അധികം 2 ഗുണം a 25 ഗുണം b എന്ന് പറയുന്നത് 2/1 അധികം b². 2/1 സ്ക്വയർ എത്രയാ? 4/1. ഈ 2 വെട്ടിപ്പോയി. 625 അധികം 25 അധികം 4/1 കിട്ടി. 625 അധികം 25 എത്രയാ? 650 അധികം 4/1. 650 അധികം 4/1 എന്ന് പറയുന്നതും 650ഉം 4/1 എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്.
എത്രയേ ഉള്ളൂ.